ഫേസ് ഒക്കെ ഉണ്ട്. നമസ്കാരം, ഞാൻ വർഗീസ് തരകൻ. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ അതിപ്രധാനമായൊരു ദിവസമാണെന്ന്. കാരണം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര മുൻ മന്ത്രിയായിരുന്ന അന്തരിച്ചു പോയ നമ്മുടെ സുഷമ സ്വരാജ് അവറുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നട്ട ഒരു പ്ലാവ്. ആ പ്ലാവ് കായ്ച്ച് നിൽക്കുന്നു. ആ പ്ലാവ് നട്ടത് അഡ്വക്കേറ്റ് AD ബെന്നി അവറുകളാണ്. അദ്ദേഹം ദേ ഇവിടെ നിൽക്കുന്നു. അതിലേറെ ഇനി പറയാൻ പോകുന്നത്, ഇദ്ദേഹം ഒരു കിഡ്നി മാറ്റിവെച്ചിട്ട് 17 വർഷമായി. ബെന്നി വക്കീൽ തൃശ്ശൂരത്തെ പ്രമുഖ അഭിഭാഷകനാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ കേസ് നടത്തി ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മെറ്റയിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് AD ബെന്നി. ഇദ്ദേഹത്തിന് 17 കൊല്ലം മുമ്പ് കിഡ്നി മാറ്റിവെച്ച കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ, ലോകത്ത് തന്നെ പ്രമുഖനായ യൂറോളജി സർജനാണ് ഡോക്ടർ ജോർജ് P. എബ്രാഹം. അദ്ദേഹമാണ് ഈ നിൽക്കുന്നത്. ഈ ജോർജ് P. എബ്രാഹം എന്ന് പറഞ്ഞ 3400 സർജറി ഇതിനോടകം നടത്തി കഴിഞ്ഞു. ഇനി അതിലേറെ പ്രത്യേകതയുള്ളത്, ജോർജ് P. എബ്രാഹം ഡോക്ടറുടെ മകൻ ഡാഡ്സൺ ജോർജ് ഡോക്ടറാണ്, നെഫ്രോളജി സർജനാണ്, യൂറോളജി സർജനാണ്. ഈ യൂറോളജി സർജൻ ഡാഡ്സൺ ഡോക്ടറും 150-ൽ പരം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അപ്പനും മകനും എന്ന് പറയുന്ന യൂറോളജി സർജന്മാർ, അവരെ അപ്പൻ സർജറി നടത്തി 17 കൊല്ലം ഭൂമിയിൽ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നി വക്കീൽ കിഡ്നി അസുഖം ബാധിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ കേന്ദ്ര മുൻ മന്ത്രിയായ സുഷമ സ്വരാജ് അദ്ദേഹത്തിൻ്റെ പേരിൽ നട്ടുപിടിപ്പിച്ച പ്ലാവിനരികിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ലോകത്ത് ഇങ്ങനെ ഒരു മുഹൂർത്തം നടന്നിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. ജോർജ് P. എബ്രാഹം ഡോക്ടറെ വാക്കുകളൊന്ന് ശ്രമിക്കാം നമുക്ക്. ഇന്ന് ഇവിടെ ഈ വർഗീസ് തരകൻ്റെ ആയുർജാക്ക് ഫാമിലി വരാൻ അതിനുള്ള ഒരു അവസരം ഒരുക്കിത്തതിനുള്ള പ്രത്യേകം നന്ദിയും കടപ്പാടും വർഗീസ് തരകനോട് ആദ്യം രേഖപ്പെടുത്തട്ടെ. ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് ഞങ്ങളുടെ യൂറോളജിസ്റ്റ് ട്രാൻസ്പ്ലാന്റ് സർജൻ്റെ റുട്ടീൻ ജോലിയാണ്. നമ്മൾ ചെയ്യുന്നു, പേഷ്യൻ്റ് വരുന്നു, അവർക്ക് ട്രാൻസ്പ്ലാന്റ് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ കേസുകൾ ചെയ്തു, അത് നമ്പർ കൂടി വന്നു. 2000 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളത് കൊച്ചിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അന്നത്തെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്ററായിരുന്ന സുഷമ സ്വരാജിനെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരത്തി വരാമെന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളിക്കാരത്തിക്ക് ആരോഗ്യപരമായ പ്രോബ്ലം ഉണ്ട്. അതായത് കിഡ്നി ഫെയിലിയർ ഉണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ബുദ്ധിമുട്ടിലായ സമയത്ത് വരാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാവിധ ആശംസകളും ചെയ്തിരുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോയി. ഈ ആയുർജാക്കിനെ കുറിച്ച് ഞങ്ങൾ അറിയുകയും ചെയ്തു. ഇത് കാണണമെന്നും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോജക്റ്റ്, ഈ ഫാം കാണണമെന്നുള്ള ആഗ്രഹം തോന്നി. വളരെ ഭംഗിയായിട്ട്, വളരെ സയൻറ്റിഫിക്കായിട്ട്, നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഫാമായിട്ട് കണ്ടു. ഞങ്ങൾ ബോധ്യപ്പെട്ടു. കാരണം സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് ഇത് മുഴുവൻ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. വന്ന് കണ്ടപ്പോഴാണ് ഇത് ബോധ്യപ്പെട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ 17 വർഷം മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത അഡ്വക്കേറ്റ് ബെന്നി, നമ്മുടെ തൃശ്ശൂരിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. അന്ന് ഓപ്പറേഷൻ ചെയ്തു. ഇപ്പം ഒരു കുഴപ്പമില്ലാതെ അല്ല, ഭംഗിയായിട്ട് കിഡ്നി ഫങ്ഷൻ അബ്സല്യൂട്ട് നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ കണ്ടുമുട്ടി. ക്രിയാറ്റിൻ അബ്സല്യൂട്ട് നോർമൽ, 17 വർഷമായിട്ട് കിഡ്നി നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അഡ്വക്കേറ്റ് ബെന്നി. അതിൻ്റെ സാഹചര്യമാണത്. ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും രീതിയിൽ അസോസിയേറ്റ് ഇതുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയും ഇതിന് സാഹചര്യം ഉണ്ടാക്കിയ വർഗീസ് തരകനെയും എല്ലാവരും പ്രത്യേകം നന്ദിയോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ വലിയൊരു അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണിത്. എന്നെ സംബന്ധിച്ച് ജോർജ് P. എബ്രാഹം സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ മുഖമാണ് അദ്ദേഹത്തിനുള്ളത്.
2017 ഏപ്രിൽ 11 എന്ന് പറയുന്ന തീയതിയാണ് എനിക്ക് ഈ സർജറി ചെയ്യുകയുണ്ടായത്. ഇതുവരെ ഈ 17.5 വർഷം പിന്നിട്ടു. നാളേക്ക് 17.5 വർഷം കഴിഞ്ഞ് 1 മാസം കൂടി പിന്നിടുകയാണ്. വളരെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പല രോഗികളും വന്ന് സമീപിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസദായകമാണ്. പലപ്പോഴും അവർ വലിയ രീതിയിൽ അത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അത് ഉൾക്കൊള്ളുന്നത്. അത് അവർക്ക് പലപ്പോഴും പ്രചോദനമാകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ടീം വർക്കാണ് പലപ്പോഴും ഈ ആളുകളെ, നമുക്കറിയാം ശാസ്ത്രീയമായ രീതിയിലുള്ള പല വികാസങ്ങളുണ്ടായി. പലരും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും. ഈ വൃക്ക മാറ്റി വെച്ചതുകൊണ്ട് ഫലമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലരെയും കൂടുതൽ കാലം ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. തന്നെയുമല്ല, വർഗീസ് തരകൻ നടത്തുന്ന ഈ ഫാം ഒരുപക്ഷെ ഈ ഫാമാണ് ഇവിടെ ഞങ്ങളെ ഒരുമിച്ച് സന്ധിപ്പിക്കുവാനായിട്ടുള്ള വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വന്ന് ഈ സുഷമ സ്വരാജിൻ്റെ പേരിലുള്ള ഈ പ്ലാവ് നടുകയുണ്ടായത്. അവർ വൃക്കരോഗം ബാധിച്ച് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് 2019 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലാണ് ഇത് വന്ന് ഇവിടെ ഇത് നടുകയുണ്ടായത്. അതുപോലെ കാച്ചു ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് ആതുര വിദഗ്ധർ നമുക്ക് നൽകുന്ന ആ സേവനം നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമുക്ക് അവരുടെ മുഖം ദൈവത്തെ പോലെ ഓർക്കുവാനുള്ള അവസരങ്ങളാണിത് എന്നത് കൂടി ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡേറ്റ് 2007 2007 ഏപ്രിൽ 11 ഞാൻ വൃക്ക മാറ്റി. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് ഓരോ മാസം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജോർജ് പി അബ്രഹാം സാറിൻ്റെയും അതുപോലെ തന്നെ എബി അബ്രഹാം സാറിൻ്റെയും ഒക്കെ മുഖം എൻ്റെ മുന്നിലുണ്ടാവും. ആ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ആ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും. ഡോക്ടർ ഒരു വാക്ക്, കാരണം ഫാദർ ഡോക്ടർ സർജറി ചെയ്ത ഒരു പേഷ്യൻ്റായിട്ട് പുലി പോലെ നിൽക്കുന്ന ഒരു വെല്ലുവിളിക്കില്ലേ നിങ്ങളും കൂടിയാണ്. നിങ്ങളും ഒരു യൂറോളജി സർജനാണ്. അപ്പോൾ ആ 150ഓളം സർജറി നടത്തി കഴിഞ്ഞു. ഒരു വാക്ക് ഒന്ന് ഇതെന്താണ് തോന്നിയത് എന്നും പറയണം. ഇത് ഞാൻ ആ സമയത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് കാലമായി ഞാൻ ഫാദറിൻ്റെയും കൂടെ ലേക്ക് ഷോറിൽ യൂറോളജി ട്രാൻസ്പ്ലാന്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ശ്രീ ആന്റണി തരകൻ സാറിൻ്റെ വർഗീസ് തരകൻ സാറിൻ്റെ ഫാമിൽ ഇന്ന് വരാനായിട്ട് വളരെ കുറേ കാലമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. വളരെ ഫലപ്രദമായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കി എല്ലാവർക്കും ഉപയോഗമായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ബെന്നി പണ്ട് ചെയ്ത 17 വർഷം 17.5 വർഷം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ഞങ്ങൾ അപ്പനും മോനും രണ്ടുപേരും ട്രാൻസ്പ്ലാന്റ് സർജന്മാരായ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു കാണാൻ ഭാഗ്യമുണ്ടായത് വളരെ ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് ഹീ ഈസ് വെരി ഹെൽത്തി ആൻഡ് ഹാപ്പി. അതിനൊരു അവസരം തന്ന ശ്രീ വർഗീസ് തരകൻ സാറിന് ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. പിന്നെ അഡ്വക്കേറ്റ് ബെന്നി സാറിനും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ, ഇനി ജീവിതകാലം ആ കിഡ്നി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യട്ടെ എന്നൊരു കാര്യം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ജോർജ് സാറിനും ബെന്നി ഡാഡ്സൺ ഡോക്ടറും പ്രത്യേകം ആയുർജാഗ് ഫാമിൻ്റെ പേരിലും വർഗീസ് തരകൻ എന്ന് പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു.